പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 8ാം ക്ലാസ് 10ാം ക്ലാസ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ള തസ്തികകളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ള തസ്തികകളും ഇതിലുണ്ട്. അതുപോലെ തന്നെ 50 വയസ്സ് 60 വയസ്സ് 65 വയസ്സ് തുടങ്ങിയ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും ഇതിലുണ്ട്. നമുക്ക് ഓരോ തസ്തികയെ കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഓരോ തസ്തികയെ കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ നോക്കാം. ആദ്യത്തേത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഒഴിവുകളാണ്. മലപ്പുറം ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള താനൂർ പ്രതീക്ഷ ഭവനിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നീ തസ്തികകളിലേക്കാണ് കരാറടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ നിയമനത്തിന് 8ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 50 വയസ്സാണ്. ഭിന്നശേഷി മേഖലയിൽ പരിശീലനം ലഭിച്ചവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയ്ക്ക് ANM കോഴ്സ് വിജയിച്ചിരിക്കണം. ഭിന്നശേഷി പരിചരണത്തിൽ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും അപേക്ഷയും സഹിതം 2026 മെയ് 20 ഉച്ചയ്ക്ക് 2 മണിക്ക് തവനൂർ പ്രതീക്ഷ ഭവൻ ഓഫീസ് ഹാളിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് ഔഷധിയിൽ വന്നിട്ടുള്ള ഒഴിവാണ്. ഔഷധി കുട്ടനെല്ലൂർ ഫാക്ടറിയിൽ കെമിസ്റ്റ് തസ്തികയിലേക്കാണ് കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത MSc കെമിസ്ട്രിയാണ്. പ്രായപരിധി 22 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് 17,600 രൂപയാണ്. അർഹരായ വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായ ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം തപാൽ മാർഗവും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 മെയ് 28 അടുത്തത് സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവാണ്. തിരുവനന്തപുരം കാഞ്ഞിരംകുളം ഗവൺമെന്റ് KNM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. 50 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം കോളേജ് ഓഫീസിൽ നേരിട്ടോ knmcollege@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 2026 മെയ് 18 വൈകിട്ട് 4 മണിക്ക് മുമ്പായി അപേക്ഷിക്കേണ്ടതാണ്. ഇന്റർവ്യൂ നടക്കുന്നത് 2026 മെയ് 22 രാവിലെ 10 മണിക്ക് കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ വെച്ചാണ്. അടുത്തത് കൊല്ലം ജില്ലയിലുള്ള വേക്കൻസികളാണ്. കൊല്ലം പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശാസ്താംകോട്ടയിലെ ആൺകുട്ടികൾക്കായുള്ള പ്രീമെട്രിക് ഹോസ്റ്റലിൽ വാർഡൻ, കുക്ക്, കുന്നത്തൂരിലെ പെൺകുട്ടികൾക്കായുള്ള പ്രീമെട്രിക് ഹോസ്റ്റലിൽ കുക്ക്, പോരുവഴി പ്രീമെട്രിക് ഹോസ്റ്റലിൽ കുക്ക്, വാച്ച്വുമൺ എന്നീ തസ്തികകളിലേക്കുമാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. കുക്ക് തസ്തികയിലേക്കുള്ള യോഗ്യത 10ാം ക്ലാസ്, പ്രവൃത്തി പരിചയം, സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുക്കിംഗിൽ അംഗീകൃത ഡിപ്ലോമ എന്നിവയാണ്. വാച്ച്മാൻ ഓർ വാച്ച്വുമൺ തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് മാത്രമാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. വാർഡൻ തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. കൂടാതെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഹോസ്റ്റലുകളിൽ കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ 2026 മെയ് 22 രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് ഡ്രൈവർ കം ക്ലീനർ തസ്തികയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് ഡ്രൈവർ കം ക്ലീനർ തസ്തികയിലേക്കുള്ള താൽക്കാലിക നിയമനം നടത്തുന്നത്. പ്രായപരിധി 60 വയസ്സാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോമിന്റെ മാതൃക നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം 2026 മെയ് 25 പോളിടെക്നിക് കോളേജ് ഓഫീസിൽ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. കോളേജിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ വേക്കൻസിയാണ്.
തൃശൂർ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയമിക്കുന്നത്. അപേക്ഷകർ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം. യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച അതോറിറ്റി നൽകുന്ന ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നൽകുന്ന ആരോഗ്യ പ്രവർത്തക പരിശീലന സർട്ടിഫിക്കറ്റ്, കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ, ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 2026 മെയ് 25 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ഇനി പറയുന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിലാസം: സീനിയർ സൂപ്രണ്ട്, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, ചാലക്കുടി, നായരങ്ങാടി, കോടശ്ശേരി PO, തൃശൂർ 680721. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കേരള PSCയുടെയും SSCയുടെയും വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.